അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു മനോരോഗി സ്ത്രീയുടെ വോയിസ് നിങ്ങൾ കേൾക്കണം. സ്നേഹമെന്നാൽ അങ്ങനെയാണല്ലോ. സ്നേഹത്തിന് കണ്ണില്ല, ചെവിയില്ല, ഒരു കാര്യവുമില്ല. സ്നേഹം വളരെ ഡീപ്പായി കഴിഞ്ഞാൽ പിന്നെ ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയുകയില്ല. അതുപോലെ ഔലിയാക്കന്മാരെ പരിചയപ്പെടുത്തുന്ന രീതിയും അതുപോലെയാണ്. അവർ അള്ളാഹുവിൽ ലയിച്ചവരാണ്. സ്നേഹം കൊണ്ട് അവർ അള്ളാഹുവിൽ ലയിച്ചവരായതുകൊണ്ട് അവർ നമസ്കരിക്കുകയില്ല, അവർ ശരിയായ രീതിയിൽ ഡ്രസ്സിടുകയില്ല, ശരിയായ രീതിയിൽ കുളിക്കുകയില്ല, നഖം വെട്ടാനില്ല. ഇതുപോലെയുള്ള അവരെ ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞ് അവരുടെ എല്ലാ കാര്യത്തിലും അവരെ സ്നേഹിച്ച് മരണപ്പെട്ടതിൻ്റെ ശേഷം അവരെ കാര്യം അത് ഭയങ്കരമാണ്. അവിടത്തേക്ക് പോകുകയും അവരുടെ കറാമത്ത് പറയുകയും അവിടെ പോയത് കൊണ്ടാണ് എല്ലാം സംഭവിച്ചതെന്നും അതും കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കണം, അവരോട് പറയണം. മുൻനിർത്തി പ്രാർത്ഥിക്കുന്നതുമല്ല, അവരോട് പറയണം. അവർ പറഞ്ഞാൽ അവരാണ് നമുക്ക് എല്ലാം ചെയ്തു തരുന്നത്. അത് അല്ലാഹു തആല അവർക്ക് അതിൻ്റെ പവർ കൊടുക്കുന്നു എന്നാണ് ഈ മുസ്ലിയാക്കന്മാർ പറയുന്നത്. അത് ഒരു ഭാഗത്താണെങ്കിൽ അത് ഒരുപാട് നമ്മൾ വീഡിയോ ഇട്ടതാണ്, പങ്കുവെച്ചതാണ്, കേട്ടതാണ്, എല്ലാമാണ്. ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ ആ രീതിയിലാണോ എന്ന് അത് ചർച്ച വേറെയാണ്. ഇവിടെ ഒരു ഉസ്താദിനെ സഫ്വാൻ സഖാഫിയെ സ്നേഹിക്കുന്നതാണ്, വല്ലാത്തൊരു സ്നേഹമാണ്. ഇത്ര സ്ത്രീകൾ ഉണ്ടെങ്കിൽ നശിച്ചു പോകാൻ വളരെ പണിയൊന്നുമില്ല. എളുപ്പത്തിൽ നശിച്ചു പോകും പുരുഷന്മാർ. അതാണ്. ഇനിയിപ്പോൾ ആലിമാണെങ്കിലും ഖാദിയാറാണെങ്കിലും ഒരാൾ ഒരു സ്ത്രീ സ്നേഹിക്കാൻ തുടങ്ങിയാൽ അതുപോലെ ആയിപ്പോകും. അതാണ് പഴയ കാലത്ത് ഇബ്നു സക്ക എന്നുള്ള ഒരു പണ്ഡിതന് സംഭവിച്ചതാണ്. മുഹിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ക്ലാസ്സിലായിരുന്നു ഒന്നിച്ച് പഠിച്ചവരാണ് ഈ ഇബ്നു സക്ക. ഇബ്നു സക്ക ഒരു പെണ്ണിനെ സ്നേഹിച്ചതാണ്. ഒരു പെണ്ണിനെ സ്നേഹിച്ചു, പെണ്ണിനെ സ്നേഹിച്ചു, പെണ്ണ് പറഞ്ഞത് അനുസരിച്ചു കൊണ്ടാണ് കാഫിറായി ചത്തത്. അതുപോലെയാണ്. ഇനി സഫ്വാൻ സഖാഫി കാഫിറായാലും അതല്ലെങ്കിൽ കുടുംബം നശിച്ചാലും ഭാര്യ വിട്ടുപോയാലും അത്ഭുതമൊന്നുമില്ല. ഇത് പഴയ കാലത്ത് തന്നെ നടക്കുന്നതാണ്. ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഈ സ്ത്രീയുടെ ഒരു വോയിസ് കേൾക്കാം. പിന്നെ സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം, ഇല്ലെങ്കിൽ അവരെ പാട്ടിന് വിട്ടുകളയാം ഇൻഷാ അല്ലാഹ്. അറിവുൽ നിലാവ് ഉസ്താദിനെ കുറിച്ച് ഞാനൊരു കമൻ്റ് ഇട്ടിരുന്നു. അതിൻ്റെ പേരിൽ എനിക്ക് കുറേ വിമർശനം വന്നുകൊണ്ടിരിക്കലായി. മേക്കപ്പ് ചെയ്തിട്ട് വരുന്ന ഉസ്താദിൻ്റെ കുറേ താത്തമാരെന്ന് പറയാൻ കാരണം, ഞങ്ങൾ അങ്ങനെ മേക്കപ്പ് കണ്ടിട്ടോ മറ്റു കണ്ടിട്ടോ അല്ല ഈ താത്താമാർ ഉസ്താദിനെ സ്നേഹിക്കുന്നത്. ഉസ്താദ് നല്ലൊരു മനുഷ്യനായത്, ദീൻ പഠിപ്പിച്ചിരുന്നൊരു നല്ലൊരു ഉസ്താദായതുകൊണ്ട് മാത്രമാണ് ഉസ്താദിനെ നമ്മൾ സ്നേഹിക്കുന്നത്. ഈ പറയുന്നവർ കുറച്ച് തെറ്റിദ്ധാരണ മനസ്സിൽ നിന്നെല്ലാം വിട്. അങ്ങനെയൊന്നും വിമർശനം നമ്മളെ നേരെ പറയണ്ട. പക്ഷേ ആളെ പേരൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ താത്താമാർ അങ്ങനത്തെ താത്താമാരല്ല. ഉസ്താദ് നല്ലൊരു പണ്ഡിതനാണ്, നല്ലൊരു ഉസ്താദാണ്. ആരെന്ത് പറഞ്ഞാലും ഉസ്താദിൻ്റെ എപ്പിസോഡ് നമ്മൾ കാണാണ്ട് നിൽക്കൂല. ഉസ്താദിന് കൂടുതലെല്ലാവരും ഉസ്താദിനെ സ്നേഹിക്കുകയേ ചെയ്യുള്ളൂ. അതിനൊന്നും ആരും ഇങ്ങനെ കമൻ്റ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉസ്താദ് അങ്ങനത്തെ ഉസ്താദല്ല. ഉസ്താദിന് മേക്കപ്പൊന്നും ഉസ്താദിന് വേണ്ട. ഉസ്താദിന് അള്ളാഹ് കൊടുത്ത സൗന്ദര്യം തന്നെ ഉണ്ട്. മേക്കപ്പിലോ കണ്ണെഴുതിയിട്ടോ ഒന്നുമല്ല ഉസ്താദ് സ്റ്റൈല്. ഉസ്താദിന് അള്ളാഹിൻ്റെ ഒരു ദീനിൻ്റെ ഒരു പ്രകാശമാണ് ഉസ്താദിൻ്റെ മുഖത്ത് കാണുന്നത്. അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല.
അത് ഉസ്താദിനെ കണ്ടുകൂടാത്തവർ മാത്രമായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷെ നമ്മൾ ഉസ്താദ് ഈ താത്താമാർ എന്നെല്ലാം പറഞ്ഞാൽ നമ്മൾ ഉസ്താദ് ദീൻ നല്ലത് പഠിപ്പിച്ച് തരുന്ന ഒരു അറിവിൻ്റെ ഒരു ഉസ്താദ് ആയതുകൊണ്ടാണ് ഉസ്താദിനെ എല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ. ഞാനൊരു കമൻറ്റ് പറഞ്ഞല്ല, ഒരു വീഡിയോ എല്ലാം ഇട്ടിട്ടുണ്ടല്ലോ, എല്ലാ കുഞ്ഞുമക്കൾക്ക് വരെ ഉസ്താദിന് ഇഷ്ടം ഉസ്താദിൻ്റെ അറിവ് കൊണ്ടാണെന്ന്. പക്ഷെ ആ വർത്താനെല്ലാം അങ്ങനത്തെ ഒന്നും സ്വഭാവം പാടില്ല. പക്ഷെ താത്താമാർ ഉസ്താദിനെ സ്നേഹിക്കുന്നത് ഉസ്താദിൻ്റെ സ്റ്റൈല് കണ്ടിട്ടോ അല്ല ഉസ്താദിൻ്റെ മേക്കപ്പ് കണ്ടിട്ടോ ഒന്നുമല്ല. അള്ളാഹിനോട് സ്നേഹമില്ല, എല്ലാവരും നല്ല പണ്ഡിതന്മാർ സ്നേഹിക്കും. അതുകൊണ്ട് മാത്രമാണ്. ഉസ്താദിൻ്റെ സൗന്ദര്യത്തിൽ ആരും അസൂയ പിടിച്ചൊരു കാര്യമില്ല. ഇനി എത്ര വല്ല പെണ്ണുങ്ങളായാലും താത്താമാരായാലും ഒരു പെണ്ണുങ്ങന്മാരും മേക്കപ്പിലല്ല നോക്കുന്നത്, നോക്കിയൂല. നല്ലവരാരും നോക്കൂല, പെണ്ണുങ്ങളെ തീരെ നോക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ ഈ അങ്ങനെയുള്ള ആണുങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം കുറച്ച് മാറ്റണം. ആ സ്വഭാവങ്ങളിൽ ആളെ പേരൊന്നും പറയുന്നില്ല, പേര് പറയുമ്പോൾ ഒരു സമയം കമൻറ്റിൽ അറിഞ്ഞു പോയാലോ, അതുകൊണ്ട് പറയുന്നില്ല, പേര് പറയുന്നില്ല. പക്ഷേ ഉസ്താദ് നല്ല ആളാണ്, നമ്മൾ നല്ല മനുഷ്യനാണ് ഉസ്താദ്. ആരെന്ത് കുറ്റം പറഞ്ഞ് കമൻറ്റ് ഇട്ടാലും ഉസ്താദിൻ്റെ എപ്പിസോഡ് നമ്മൾ കാണാണ്ടിരിക്കുകയേ ഇല്ല. കൂടുതലുള്ള ഉസ്താദിനെ ആൾ സ്നേഹിക്കുകയേ ചെയ്യലും, ആരും ഉസ്താദിനെ വെറുക്കൂല. അതുകൊണ്ട് ഈ പറയുന്നവർ കുറച്ച് മേക്കപ്പെല്ലാം ചെയ്ത് തലയിലെല്ലാം കെട്ടി ഒന്ന് വീഡിയോൻ്റെ മുമ്പിലിരുന്ന് കുറച്ച് അറിയും പോലെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ആരും എല്ലാ ഇത്താത്തന്മാരും ഈ പറയുന്നവരെയും കമൻറ്റ് ചെയ്യും. അതുകൊണ്ട് കുറച്ച് പറയുമ്പം കുറച്ചെല്ലാം മനുഷ്യന്മാർ ഇങ്ങനെ പറയല്ല, കണ്ടുകൂടാതെ പറയുന്നത് കുറച്ചെങ്കിലും മനസ്സിലാക്കേണ്ട മനുഷ്യന്മാർക്ക്. അതുകൊണ്ട് താത്താമാർ അങ്ങനെയൊന്നും വീണ താത്താമാരല്ല, താത്താമാർ അള്ളാനെ പേടിച്ച താത്താമാരാണ്. അതുകൊണ്ട് അങ്ങനെ കമൻറ്റ് പറയണ്ട. താത്താമാർ ഉസ്താദിൻ്റെ മേക്കപ്പ് കണ്ടിട്ട് ഉസ്താദിൻ്റെ വിജയം പിന്നെ താത്താമാരല്ല, ഉസ്താദിൻ്റെ വിജയം അള്ളാണ്. താത്താമാരല്ല വിചാരിച്ചാലൊന്നും ഉസ്താദ് മുന്നോട്ട് പോകില്ല, അള്ളാനെ വിചാരിക്കണം. അത് അള്ളാഹ് വിചാരിച്ച കൊണ്ടാണ് ഉസ്താദ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ താത്താമാരുടെ വിജയമൊന്നുമല്ല ഉസ്താദ് പോകുന്നത്. അതൊന്നും ആ തെറ്റിദ്ധാരണെല്ലാം മനസ്സിൽ നിന്ന് അങ്ങ് മാറ്റിയിട്ട് ഈമാനോടെ നടന്ന് ഈമാനോടെ മുന്നോട്ട് പോകാൻ നടക്കും മനുഷ്യന്മാരെ. അതുകൊണ്ട് താത്താമാരെ പിടിച്ച് ഇരിക്കണ്ട. താത്താമാർ അങ്ങനത്തെ ഒന്നുമല്ല. താത്താമാർ ഉസ്താദിൻ്റെ സ്റ്റൈല് കണ്ടിട്ടുമല്ല ഉസ്താദിൻ്റെ അറിവ് കേൾക്കുന്നത് നല്ല ദീനിൻ്റെ ഒരു ഉസ്താദായിട്ട് ദീൻ വാക്ക് കേൾക്കാനും ദീനിലേക്ക് നല്ലതായി വളരാനും നമ്മളെ മക്കളെ ദീനിലേക്ക് അടുപ്പിക്കാനും അങ്ങനെയാണ് നമ്മൾ ഉസ്താദിനെ സ്നേഹിക്കുന്നത്. ഉസ്താദിൻ്റെ സ്റ്റൈല് കണ്ടിട്ട് ഉസ്താദിൻ്റെ സ്റ്റൈല് കണ്ടിട്ടൊന്നും ഉസ്താദിനെ ഒരാളും അങ്ങനെയൊന്നും പോവില്ല. അതുകൊണ്ട് പറയുന്നവരോടൊന്നും നമുക്ക് പറയാനില്ല. പക്ഷെ എന്നാലും ഇത്ര മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കമൻറ്റ് ഇടുമ്പോഴും അപ്പുറവും കുറച്ചെല്ലാം അറിഞ്ഞിട്ടിടണം. താത്താമാർ ഉസ്താദിൻ്റെ മേക്കപ്പ് കണ്ടിട്ടിരിക്കുന്ന ആളൊന്നുമല്ല. ഓക്കെ, അസ്സലാമു അലൈക്കും. ബഹുമാനമുള്ളവരെ, ഈ സ്ത്രീയുടെ ഉദ്ദേശം എന്താണ്? ഈ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സഫ്വാൻ സഖാഫി ഓൺലൈൻ മജ്ലിസ് തുടങ്ങി അദ്ദേഹം നല്ല മേക്കപ്പ് ചെയ്ത് ഇരുന്ന് ഒരുപാട് ക്ലാസ്സുകളും ഒരുപാട് മജ്ലിസും ചെയ്തതാണ്, അതുകൊണ്ട് ഫലമുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ശേഷം ഈ സഫ്വാൻ സഖാഫി 2 പ്രാവശ്യം വിവാദത്തിൽപ്പെട്ടു. ആ വിവാദത്തിൽപ്പെട്ടതിൻ്റെ ശേഷമാണ് ഇവർക്ക് സ്നേഹം കൂടിയത്. സ്ത്രീകൾക്ക് സ്നേഹം കൂടിയത് അതിൻ്റെ ശേഷമാണ്. അത് ഒരുപാട് സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇത് ഒരു സ്ത്രീയല്ല, ഒരുപാട് സ്ത്രീകളുടെ കമൻറ്റുകൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു. അപ്പോൾ ഇബ്ലീസ് ഇവരെ കൂടെ തന്നെ ഉള്ളതെന്ന് മനസ്സിലാക്കാം. ഇബ്ലീസും സ്ത്രീയും രണ്ടും ഒന്നിച്ചായാൽ ആരും പഴിച്ചു പോകും. നല്ലപോലെ സൂക്ഷിക്കണം പുരുഷന്മാരെ, നല്ല പണ്ഡിതന്മാരെ. പിന്നെ ഇതുപോലെയുള്ള സഫ്വാൻ്റെ പോലെയുള്ളവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. സഫ്വാൻ ചെയ്തതെല്ലാം ശരിയാണെന്ന് സഫ്വാന് സമ്മാനം കൊടുക്കുന്നു, സന്മാനിക്കുന്നു, വിളിച്ച് ആദരിക്കുന്നു, ചെയ്തത് ശരിയാണെന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. സ്വന്തം ഉസ്താദിനെ വായിൽ തോന്നിയത് പറഞ്ഞ്
ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞ് സ്വന്തം അമ്മാവനും ഉസ്താദും എല്ലാമായ ഒരു വയസ്സനായ ഒരാൾ 2 വർഷത്തോളം പഠിച്ച് അതുപോലെ മജ്ലിസ്, ഈ ഓൺലൈൻ മജ്ലിസ് അവിടെ തന്നെ തുടങ്ങി അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച് നല്ലതാകട്ടെ, പെങ്ങളുടെ മകൻ ആയതുകൊണ്ട് നല്ല രീതിയിൽ വളരട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിച്ച ഒരു ഉസ്താദിനെ ചെറിയൊരു വിഷയത്തിൽ നേരിട്ട് കണ്ട് സംസാരിച്ച് അതിന് ശരിയാക്കാൻ കഴിയാതെ ഓൺലൈനിൽ അതിനെ വിറ്റ് കളഞ്ഞു. വല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കിയത് ഇവൻ തന്നെയാണ്. ബഹുമാനമുള്ളവരെ, നല്ല പോലെ ചിന്തിക്കണം. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്ത്രീകൾക്ക് വല്ലാത്ത സ്നേഹം മൂത്ത് പോയി. ആ സ്ത്രീ പറയുന്നത് കേട്ടല്ലോ, എന്നെ ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. ഇതുപോലെയുള്ളവർ, ഈ തലപ്പാവുക്കാർ, ഈ ഫാഷൻ മൊയിലന്മാരുണ്ടല്ലോ, നല്ല ആലിമീങ്ങൾ നമ്മളൊന്നും കുറ്റം പറയുന്നില്ല. ഫാഷനായി ആരെല്ലാം നടക്കുന്നുണ്ടോ, ജോലി ചെയ്യാതെ ജീവിക്കാൻ ആരെല്ലാം ഉത്സാഹിക്കുന്നുണ്ടോ, അതിനു വേണ്ടി കാര്യങ്ങൾ ഏതാണ് ഈസിയായി ചെയ്യുന്ന, സുലഭം നമുക്ക് ഏതാണ് ലഭിക്കുന്നത് എന്ന് നോക്കി യുവത്വത്തെ നശിപ്പിക്കുന്നു. അതുപോലെയുള്ള സ്ത്രീകളെ വശീകരിക്കാൻ പ്രയത്നിക്കുന്നു. മേക്കപ്പ് ചെയ്ത് ഇരുന്നാലും വശീകരണമാണ് ഇവർ ചെയ്യുന്നത്. അത് ഒന്നും ശരിയല്ല. ഈ മജ്ലിസ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ കളറിട്ട് ഇരുന്ന് മജ്ലിസ് ചെയ്താൽ, കൊറോണ കാലത്ത് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അതിനെ ഇവർ കണ്ടിന്യൂ ചെയ്തു. അത് നല്ലൊരു ലാഭമായി, ഒരു ബിസിനസ്സായി അവർ മുമ്പോട്ട് കൊണ്ടുപോകട്ടെ. അതിൻ്റെ കാര്യം എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകും. കുറച്ച് കാലം കഴിയട്ടെ. അപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്ത എല്ലാ കാര്യം ശരിയാണെന്ന് ശരിവെക്കുകയാണ്. ഇവർ ചെയ്യേണ്ടത്, ഇത്ര മൈലാമാർ ചെയ്യേണ്ടത്, ഇത്ര മുസ്ലിയാക്കന്മാർ ചെയ്യേണ്ടത്, ഇവർ കല്യാണം കഴിക്കാൻ പാടില്ല. ഇവർ ഇത്രയും ഫാഷനായി ഇരുന്ന് മജ്ലിസ് ചെയ്യുമ്പോൾ അവരെ സ്നേഹിക്കാൻ ഇത്രയും സ്ത്രീകളുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിലുള്ള ഒരു പെണ്ണിനെ എന്തിനാണ് കണ്ണീർ കുടിപ്പിക്കണം? ആവശ്യമുണ്ടോ? എന്തിനാണ് കണ്ണീർ കുടിപ്പിക്കണം? ഏതോ വീട്ടിൽ നിന്ന് വന്ന ഒരു സ്ത്രീയല്ലേ, ഒരു പെണ്ണല്ലേ? ഇത്രയും സ്ത്രീകൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ എന്ത് വന്നാലും എന്ത് പറഞ്ഞാലും നമ്മൾ ആ മജ്ലിസ് കാണും. അദ്ദേഹത്തിന് നമുക്ക് സ്നേഹമാണ്. സ്നേഹിച്ച് കൊല്ലും, നമ്മൾ സ്നേഹിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നശിപ്പിക്കും എന്ന് കച്ചകെട്ടി ഇറങ്ങിയ സ്ത്രീകളാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സഫ്വാൻ സക്കാഫിയാണ്. ഇതിനേക്കാൾ ഇവർക്ക് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇനി പറയുന്നെങ്കിൽ ഈ കാണുന്നവർ പറയണം. കമൻറ്റിലൂടെ അറിയിക്കുക അതിൻ്റെ അഭിപ്രായം. ഇൻഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞു വന്നത്, ഇവർ കല്യാണം കഴിക്കാതെ, പള്ളിയിലുള്ള അച്ഛന്മാരുണ്ടല്ലോ, ഒരു വിഭാഗം അച്ഛന്മാർ കല്യാണം കഴിക്കില്ല. അതുപോലെ ഇവർ കല്യാണം കഴിക്കാതെ ഇരിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇവരുടെ ഭാര്യമാരെ കണ്ണീർ കുടിപ്പിക്കരുത്. അതുപോലെ ഈ സ്ത്രീകളും ഭർത്താക്കന്മാരെ വെറും അവിടെ ഗൾഫിൽ നയിക്കാൻ വേണ്ടി മാത്രം വിട്ട് അവർ അയക്കുന്ന കാശിനെ ഇവർ നല്ല രീതിയിൽ കഴിച്ച് ദ്രോഹിക്കുന്നതും അവസാനിപ്പിക്കണം. ഇതുപോലെയുള്ളവർ കല്യാണം കഴിക്കാനേ പാടില്ല. ആരെങ്കിലും സ്നേഹിച്ച് നടക്കണം. നശിച്ച ജന്മങ്ങൾ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.